എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ഇപ്പൊ ഈച്ച പരാമർശം വന്നത് വരെ ഇപ്പൊ നേരിട്ട് വന്ന് കഴിച്ച എന്റെ ഒരു റിവ്യൂ കാര്യങ്ങൾ വന്ന് എപ്പോ ഞങ്ങൾ അറിഞ്ഞില്ല. നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. ഒരു വീഡിയോ ഇല്ല, നേരിട്ടല്ല, വീഡിയോ ആയിരുന്നു. നിങ്ങൾ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇന്നിപ്പോൾ നമുക്ക് പോവാം, ഒരു ഈശയെ കാണിച്ചു തരാൻ പറ്റുമോ? നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചു വന്നത്. ഒരാൾക്ക് അതൊരു അനുഭവം ഉണ്ട്, മറ്റൊരാൾക്ക് ഇല്ല എന്ന് അറിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് 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 തെറ്റാണെന്നാണോ? എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അത് തെറ്റാണെന്നാണോ? ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു സ്ഥാപനമാണ്. അതൊരു പുതിയ അറിവാണല്ലോ. ഞാൻ പറയാണ് അവിടെ ഒരു ക്ലോക്ക് ഉണ്ടെന്ന്. നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു ക്ലോക്ക് ഇല്ലേ? പക്ഷെ ക്ലോക്ക് ചുമരിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കും. ഈച്ച അങ്ങനെയല്ല. ഒത്തില്ല. ഞാൻ വളരെ കൂടുതൽ കാശ് എൻ്റെ റെസ്റ്റോറൻറ്റ് ഹൈജീൻ പാർട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. വളരെ മുമ്പ് മുതൽ ഈ ഹൈജീൻ നോക്കാൻ വേണ്ടിയിട്ട് ട്രെയിനേഴ്സ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരു വീഡിയോയിൽ മുൻപുള്ള ഒരു വീഡിയോയിൽ മൃണാൾ തന്നെ പറയുന്നുണ്ട്, ഇവിടെ ഈച്ച ഉണ്ട് എന്നുള്ളൊരു വീഡിയോയിൽ പറയുന്നു. ഡേറ്റ് ഇല്ല, ആ ഒരു വ്ളോഗിലായിരുന്നു. എന്തിനാ ഇപ്പൊ അങ്ങനെ പറയുന്നത്? നിങ്ങൾ ആ വീഡിയോയുടെ ഡേറ്റ് എടുക്കുക. ഇയാള് കിടന്ന് ഉരുളണ്ട. അല്ല, ആ വീഡിയോ പറയണ വീഡിയോ ആണോ? ഡേറ്റ് എടുക്കാം. ഇത് നമ്മളെ സത്യശീല സാറിന്റെ പുതിയ നമ്പറാ. ഞങ്ങളുടെ പോലത്തെ റെസ്റ്റോറൻറ്റിൽ 24 മണിക്കൂറും ഫുഡിന് ചൂടുണ്ടാവും. ഇതെല്ലാം നമ്പർ മാറിയേ ഇല്ലയേ സാർ, ഉണ്മയാ സാർ சொல்றேன். ചൂട് വേണ്ട ഫുഡിന്. ഓക്കെ, ഐസ്ക്രീമിന് ചൂടുണ്ടാവില്ല കേട്ടോ. എന്ത് ചീഞ്ഞ കോമഡിയാണ്. വേണ്ടായിരുന്നു. ഞങ്ങൾ വെക്കുന്ന ബിരിയാണി ഇന്ത്യ മഹാരാജ്യത്തെ 90% ആൾക്കാരെങ്കിലും കഴിച്ചിട്ട് നല്ലതല്ലെന്ന് പറയാൻ സാധ്യത. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് ഞങ്ങളുടെ ബിരിയാണി ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ കഴിച്ച് ശീലിച്ച ബിരിയാണിയേ അല്ലത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? നോർമലി ഒരു ഹോട്ടലിൽ വന്ന് റിവ്യൂ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു 7 വർഷത്തോളം വ്ളോഗ് ചെയ്ത അല്ലെങ്കിൽ ഫുഡ് വ്ളോഗ് ചെയ്തിട്ടുള്ള മൃണാളിൻ്റെ ഹോട്ടലാകുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ രൂക്ഷമായിട്ട് വിമർശിച്ചേക്കാം എന്നൊരു ചിന്തയുണ്ടെന്ന് കരുതുന്നുണ്ടോ? അവരെന്ത് വേണം ചെയ്തോട്ടെ, കുഴപ്പമില്ല, നമുക്കെന്ത് പ്രശ്നം? കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ശരിക്കും അത്തരത്തിലൊരിതുണ്ടോ? കർമ്മയിൽ വിശ്വാസമുണ്ടോ? ഞാൻ ദൈവവിശ്വാസിയല്ല. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഞാൻ പോകുന്നു. ബൈ ബൈ.